ഏത് കോഴ്സാണ് പഠിക്കുന്നത്, ചിലപ്പോൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്, പഠിത്തം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പടപടപടേന്ന് ഉത്തരം പറയുക. അപ്പോൾ Hi everyone, this is me Arya Vijayan and welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാനഡയിൽ ആദ്യം നമ്മൾ സ്റ്റുഡൻറ്റ് വിസയൊക്കെ എടുത്ത് കാനഡയിൽ ഫസ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ വീഡിയോ ഭയങ്കര ലെങ്തിയാണ്, 15-20 മിനിറ്റ് ഒക്കെ വരുമ്പോഴേക്കും കാണാനുള്ള ടൈം കിട്ടുന്നില്ല എന്ന് കുറേ പേരൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം ഞാനൊരു 5 to 8 മിനിറ്റിൽ ഈ വീഡിയോ ഒതുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ആദ്യം വന്നതിന് ശേഷം നമ്മൾ ഏത് എയർപോർട്ടിലാണോ നമ്മൾ കാനഡയിൽ ഏത് എയർപോർട്ടിലാണോ നമ്മൾ ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഇമിഗ്രേഷൻ ചെക്ക് ഉണ്ട്. US ആൻഡ് കനേഡിയൻ സിറ്റിസന് ഒരു സൈഡിൽ കൗണ്ടറും അതർ കൺട്രി സിറ്റിസന് അടുത്ത സൈഡിലായിരിക്കും. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അതർ കൺട്രി സിറ്റിസൻ്റെ ആ സൈഡ് കൗണ്ടറിൽ പോവുക. അവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത്, പിന്നെ നമുക്ക് ഇമിഗ്രേഷൻ കസ്റ്റം ക്ലിയറൻസിൻ്റെ ഒരു പേപ്പർ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, എത്ര നാൾ കാനഡയിലുണ്ട്, നമ്മൾക്ക് എത്ര രൂപയുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഫോമിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് ഒന്നും കൂടി നമ്മുടെ അടുത്ത് ചോദിക്കും. അതിനുശേഷം നമ്മൾക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഫസ്റ്റ് എൻട്രി ആണ് എന്ന് കാണുമ്പോൾ അവർ നമ്മളെ അടുത്ത ഇമിഗ്രേഷൻ ഓഫീസറുടെ അടുത്തേക്ക് നമ്മൾ വിടും. അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കാനഡയിൽ വന്നത്, ഏത് പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത്, ഏത് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങളുടെ അക്കോമഡേഷൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നമ്മുടെ അടുത്ത് ചോദിക്കുക. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ മിക്കവാറും എല്ലാവർക്കും തന്നെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷനൊക്കെ എടുത്ത് അവർ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് എവിടെയാണെന്ന് ഓർമ്മ വരാതെ ഇങ്ങനെ ആലോചിച്ചൊന്ന് നിൽക്കരുത്. അതൊക്കെ ഒരു സംശയം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ കുറേ ഇട്ട് വലയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, വലയ്ക്കാനുള്ള അവസരങ്ങളൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പടപടേന്ന് ആൻസർ പറയാൻ റെഡി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ സ്റ്റഡീസ് കഴിയുമ്പോൾ കാനഡയിൽ തന്നെ നിൽക്കുമെന്ന്. ഇല്ല, ഞാൻ കാനഡയിൽ പഠിക്കാനായിട്ടാണ് വന്നത്, സ്റ്റഡീസിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് അങ്ങ് പറഞ്ഞേക്കുക. പിന്നെ കൂടുതലൊന്നും അവർ ചോദിക്കാൻ നിൽക്കില്ല. നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പെർമിറ്റ് അപ്പോൾ തന്നെ അവർ അടിച്ചു തരും. സ്റ്റുഡൻറ്റ് പെർമിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സിൻ നമ്പർ എടുക്കാൻ ഉള്ളതാണ്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ സിൻ നമ്പർ എടുക്കാൻ എന്നുള്ള അവസരം ഉണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് സിൻ നമ്പർ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എല്ലാ സിറ്റിയിലും സർവീസ് കാനഡ ഉണ്ട്. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് സിൻ നമ്പർ എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. സിൻ നമ്പർ എന്ന് വെച്ചാൽ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ. ഇത് വേണം നമുക്ക് ഇവിടെ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നത് ഈ സിൻ നമ്പർ വഴിയാണ്. നമുക്ക് പേ ചെക്ക് വരുന്നത് പോലും ഈ സിൻ നമ്പർ വഴിയിട്ടാണ് നമുക്ക് പേ ചെക്ക് വരുന്നത്. അതുകൊണ്ട് സിൻ നമ്പർ നമുക്ക് എന്തായാലും എടുക്കണം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്ത് വന്ന് ഇതിന് ശേഷം ഫ്രഷൊക്കെ ആയി അടുത്ത ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം പോയി സർവീസ് കാനഡയിൽ പോയി സിൻ നമ്പർ എടുക്കുക. സിൻ നമ്പർ എടുക്കാനായിട്ട് അവർ നമ്മുടെ അടുത്ത് ഒരു ഐഡൻറ്റിറ്റി കാർഡ് വയ്ക്കും. നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാസ്പോർട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്റ്റഡി പെർമിറ്റും കൊടുക്കുക. അപ്പോൾ അവർ നമ്മളോട് കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഫില്ല് ചെയ്യാൻ പറയും. അതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അവർ സിൻ നമ്പർ അടിച്ചു തരും. അപ്പോൾ സിൻ നമ്പർ നമ്മുടെ സ്റ്റുഡൻറ്റ് പെർമിറ്റ് എത്ര നാളാണോ ഉള്ളത് ആ ഡേറ്റിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് അവർ തരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ സിൻ നമ്പറും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, റിന്യൂ ചെയ്യണം. അങ്ങനെ സിൻ നമ്പർ എടുക്കുക. സിൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ സ്റ്റഡീസിന് ഇതിൽ പറയുന്നില്ല കേട്ടോ. ഇത് ബിസൈഡ് സ്റ്റഡീസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും പഠിക്കാനാണല്ലോ നമ്മൾ വന്നത്, അതാണ് മെയിൻ. അപ്പോൾ അതിനെക്കുറിച്ച് അതെന്തായാലും പോകേണ്ട കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. സ്റ്റഡീസ് അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കണക്ഷൻസ് വരുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഒരു സ്ഥലത്ത്, അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അവർ ത്രൂ നിങ്ങൾ റെസ്യൂമേ കൊടുക്കുക. കാരണം അവർ ത്രൂ നിങ്ങൾ റെസ്യൂമേ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഒരു വേക്കൻസിയാണ് അവിടെ ഉള്ളത്, പക്ഷെ ഒരു 20 റെസ്യൂമേ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഈ സ്റ്റാഫിൻ്റെ കെയർ ഓഫിൽ വന്ന റെസ്യൂമേക്ക് അവർ പ്രിഫറൻസ് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ബാക്കി വന്നിരിക്കുന്ന 19 റെസ്യൂമേ അവർ ചിലപ്പോൾ ഓപ്പൺ പോലും ചെയ്യില്ല. ഇത് അവരുടെ സ്റ്റാഫിൻ്റെ കെയർ ഓഫിൽ വന്ന റെസ്യൂമേ ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെ ആയിരിക്കും ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂവിന് വിളിക്കുകയും നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നല്ല നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക. ആ കണക്ഷൻ ത്രൂ നിങ്ങൾ മാക്സിമം ജോബിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുക. അതുപോലെ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക
പറയുക, ഉഴപ്പാതിരിക്കുക, 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ ജോലി ചെയ്യുക. അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ജോലി നമ്മളൊരു നല്ല സ്റ്റാഫാണെന്ന് എംപ്ലോയർക്ക് തോന്നിക്കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പം നമ്മളിവിടെ സ്റ്റുഡൻ്റ് ആയിട്ടാണല്ലോ വന്നത്, അപ്പോൾ നമുക്ക് ആകെ 20 മണിക്കൂറാണ് ഒരാഴ്ചയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ പഠിത്തത്തിൻ്റെ സമയവും ജോലിയുടെ സമയവും എല്ലാം കൂടിയിട്ട് കൊളാഷായി ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മളൊരു നല്ല സ്റ്റാഫാണ് എന്ന് എംപ്ലോയർ കൺവിൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമുക്ക് ജോലിയുടെ ടൈമിങ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100% ആത്മാർത്ഥതയോട് ഡെഡിക്കേഷനോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരിക്കലും അയ്യോ ഞാൻ ഈ ജോലിക്ക് പോകില്ല അല്ലെങ്കിൽ ഞാൻ ആ ജോലിക്ക് പോകില്ല അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റുഡൻ്റ് ആയിട്ടാണ്, നമ്മൾ ഇവിടുന്ന് ഒന്നേ നിന്ന് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും ചെയ്യാൻ റെഡിയായിട്ട് റെഡിയായിട്ട് ഇവിടേക്ക് വരിക, മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വരിക ഇവിടേക്ക്. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഹൗസ് കീപ്പിംഗ് ആയിരുന്നു. അതിനുശേഷം പിന്നെ നാനിയായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ബർഗർ കിങ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റാണ്, അവിടെ ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ 3 ജോബ് ഞാനിവിടെ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹൗസ് കീപ്പിങ്ങോ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ ഹൗസ് കീപ്പിങ്ങോ ഇപ്പോൾ പാത്രം കഴുകലോ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവുക, അത്രേ ഉള്ളൂ. പഠിത്തം കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് പോയി നമ്മുടെ എന്താ പറയുക, നമുക്ക് അതിൽ സ്റ്റിക്ക് ഓണൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ പഠിക്കുന്ന സമയത്ത് എന്ത് ജോലിയും ചെയ്യാൻ റെഡിയായിട്ട് തന്നെ വരിക. അപ്പോൾ അതാണ് അടുത്ത കാര്യം. പിന്നെ ഒരു കാര്യം, വന്നതിന് ശേഷം ലൈസൻസ് എടുക്കാനായിട്ട് നോക്കുക. ലൈസൻസ് എന്ന് പറഞ്ഞാൽ G1, G2, G അങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. G1 എന്ന് പറഞ്ഞാൽ ലേണേഴ്സാണ്. അപ്പോൾ വന്നാൽ ഉടനെ തന്നെ G1 എടുക്കാനായിട്ട് നോക്കുക. കാരണം അത് നമ്മൾ പാസ്സായി കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കാർഡ് നമ്മുടെ ഒരു കനേഡിയൻ ഐഡൻറ്റിറ്റി കാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഏതൊരു ആവശ്യത്തിനും. അപ്പോൾ നമ്മുടെ എല്ലായിടത്തും നമ്മൾ ഈ പാസ്പോർട്ട് തന്നെ കൊടുക്കേണ്ട, നമുക്കിടെ ഈ കനേഡിയൻ ID നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് G1 എത്രയും പെട്ടെന്ന് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് നാട്ടിൽ എന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പെർട്ടിക്കുലേഴ്സ് കൊണ്ടുവരാം. ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള റെസ്പെക്റ്റഡ് പ്ലേസിൽ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നമ്മുടെ അവിടുത്തെ ലൈസൻസ് വെച്ച് നോക്കി നമ്മുടെ എക്സ്പീരിയൻസ് നോക്കി നമുക്ക് അവർ പർട്ടിക്കുലേഴ്സ് തരും. അപ്പോൾ ആ പർട്ടിക്കുലേഴ്സ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ഡേറ്റ് ഒക്കെ കിട്ടാൻ കുറച്ച് എളുപ്പമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പർട്ടിക്കുലേഴ്സ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ലൈസൻസ് എടുക്കുക. മാത്രമല്ല ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം, ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് വലിയ വണ്ടികളൊന്നും നമുക്കൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് കുറച്ച് അകലെയൊക്കെ ആണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് ആ ജോലി സ്ഥലത്തും കോളേജിലൊക്കെ പെട്ടെന്ന് എന്താ പറയുക എത്തിപ്പെടാൻ നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഉണ്ട് ഇവിടെ, നമ്മൾക്ക് ഫ്രീ ആണ്. പക്ഷേ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ് 1 hour ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ഓരോ ബസ് വരുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾക്ക് ഈ ജോലി സ്ഥലത്തൊക്കെ കറക്റ്റ് ടൈമിൽ എത്തിപ്പെടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ വന്ന ഉടനെ തന്നെ ലൈസൻസ് എടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കുകയാണ് പതിവ്. അതുകൊണ്ട് ലൈസൻസ് എടുക്കാനായിട്ട് നോക്കുക. അതാണ് അടുത്ത കാര്യം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ സേ നോ ടു ഇല്ലീഗൽ ആക്ടിവിറ്റി. നിങ്ങളിവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻ്റ് ആയിട്ടാണ്, നിങ്ങൾ 20 hour വർക്ക് ചെയ്യാനുള്ള പെർമിഷനേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ 20 hour തന്നെ വർക്ക് ചെയ്യുക, അതിൽ കൂടുതലൊന്നും ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ കഷ്ടകാലത്തിന് നമ്മളെ പിടിച്ചു പോയാൽ എന്താ പറയുക, നമ്മളിവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പോൾ പറയുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കേസ് വന്നതാണ്. ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കൊച്ചാണ്, ആൾ ട്രക്ക് ഓടിക്കുമായിരുന്നു. ട്രക്ക് ഓടിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസ് കൈ കാണിച്ചു. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇയാൾ സ്റ്റുഡൻറ്റ് പെർമിറ്റിലാണ് കാനഡയിലുള്ളതെന്ന്. പിന്നെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ആൾ 20 hour എബോവ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടി പറഞ്ഞു, ശരിയാണ്, ഞാൻ 20 hourൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിവിടെ സ്റ്റുഡൻ്റാണ്, എനിക്ക് അടുത്ത ഇയർ ഫീസിലേക്ക് $16,000 വേണം. അപ്പോൾ ഇത്രയും ക്യാഷ് ഞാൻ 20 hour വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടിലാണെങ്കിൽ വലിയ കഷ്ടപ്പാടാണെന്നൊക്കെ ആൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഓഫീസർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്, അപ്പോൾ എനിക്കിത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം കുറേ ഡിബേറ്റൊക്കെ നടന്നു. കുറച്ച് പേര് പറഞ്ഞു ആ കുട്ടി ചെയ്തത് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്, അപ്പോൾ ആളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. വേറെ കുറച്ച് പേര് പറഞ്ഞു അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്, ആൾ
എന്താ പറയുക ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് കയറ്റി വിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിബേറ്റൊക്കെ നടന്ന അവസാനം ആളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും കാശൊക്കെ മുടക്കി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇല്ലീഗലായിട്ടൊന്നും ജോലിയൊന്നും ചെയ്ത് കാശ് സമ്പാദിക്കാനൊന്നും ശ്രമിക്കരുത്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, നാട്ടിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പൊളിറ്റീഷ്യൻസിന് കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തേഞ്ഞ് മാഞ്ഞ് ഇല്ലാണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നും പറ്റില്ല. അതുകൊണ്ട് സേ നോ ടു ഇല്ലീഗൽ ആക്ടിവിറ്റി. എന്തായാലും ജോലി എന്നല്ല, വേറെ എന്തായാലും. അപ്പോൾ അത് ആ കാര്യം ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ പഠിപ്പിൽ ഒരിക്കലും ഉഴപ്പാതിരിക്കുക. കാരണം നമ്മളിവിടെ വന്നത് സ്റ്റുഡൻ്റായിട്ടാണ്. നമ്മൾ അറ്റൻഡൻസ് ഒന്നും കളയാതെ നമുക്ക് വേണ്ട മാർക്കെല്ലാം മേടിച്ച് ജയിക്കുക, വർക്ക് പെർമിറ്റ് എടുക്കുക. അതാണ് നമ്മളിവിടെ വന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരിക്കലും മനസ്സൊന്നും ഡീവിയേറ്റ് ചെയ്ത് വേറെ കാര്യങ്ങളിലൊന്നും പോയിട്ട് ആകപ്പെട്ട് പോവാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളിവിടെ വന്നതിന് ശേഷം, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടാവുക. നിങ്ങൾ എന്താണ് ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ. ഇപ്പം നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമല്ലോ. അതിനുശേഷം എങ്ങനെയാണ് നിങ്ങൾ PR അപ്ലൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എക്സ്പ്രസ് എൻട്രി വഴിയാണോ അതോ PNP വഴിയാണോ? നിങ്ങൾ പ്രൊവിൻസ് മാറാനാണോ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ആദ്യം തന്നെ നിങ്ങളുണ്ടാവുക. ഇപ്പം നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങൾ നേഴ്സ് ആവുന്നതിനുള്ള പ്രോസസ്സിങ് NNS ത്രൂ ആണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ നഴ്സിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ NNSൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങും ആദ്യം തന്നെ. നാളെയെന്ന് വെക്കാതെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് മനസ്സിലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഉടനെ ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.